അവള് വിളിച്ചതേ ശാരദാമ്മയാ. അവക്ക് ചോറ് ഇവിടെയും കൂറ് അവിടെയുവാ. ഇനി അതിവിടെ നടക്കില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും അമ്മേ? ഓ, ശ്യാമ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ ദോശ ഉണ്ടാക്കാൻ പോയപ്പോഴായിരിക്കും. എടേ, നിന്റെ ശബ്ദം ഇനി വെളി കേൾക്കുന്നതാ പറഞ്ഞേ. കട്ട് ചെയ്തോ? നിന്നോട് മിണ്ടല്ലെന്നല്ലേ പറഞ്ഞേ. ഇവളെന്തിനാ കട്ടാക്കിയത്? വീണ്ടും വീണ്ടും കട്ടാക്കുകയാണല്ലോ. എന്തോ കുഴപ്പമുണ്ട്. മിണ്ടടി. ഈശ്വര, അന്ന് ഫ്രൂട്ട്സും കയറ്റി നിങ്ങൾ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്നും നമ്മളിപ്പോൾ നിങ്ങൾ പോയ വഴികളിലൂടെ ഒരു തിരിച്ചുപോക്ക് നടത്തുക. എവിടെ വെച്ച് ആ ചതി പറ്റിയെന്ന്, ആരാ അത് ചെയ്തെന്ന് നമ്മുടെ മുന്നിൽ ഒരു വിറ്റ്നസ്സും ഇല്ല. പക്ഷെ ചതി പറ്റി. അതിന്റെ ഉറവിടം നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. ഞങ്ങൾ യാത്രയിൽ ഒന്ന് രണ്ടിടത്ത് ചായ കുടിക്കാൻ നിർത്തിയെന്നല്ലാതെ മറ്റൊരു ഭാഗത്തും വണ്ടി നിർത്തിയോ സ്റ്റേ ചെയ്യുകയോ ചെയ്തിട്ടില്ല. ആ കയറിയ കടകളിലൊക്കെ നമുക്കിപ്പോൾ ചായ കുടിക്കാൻ കയറാം. നമുക്ക് അന്വേഷിക്കാം. സ്ഥലത്തെ പ്രധാന വില്ലന്മാരെയൊക്കെ പരിചയപ്പെടാം. അപ്പൊ ചിലപ്പോൾ ആ കൂട്ടത്തിൽ കാണാൻ പറ്റും നിങ്ങളറിയാതെ നിങ്ങളുടെ വണ്ടിയിൽ സ്പിരിറ്റ് കൊണ്ടുവന്ന് വെച്ച ആ മഹാനെ. ചെയ്യിച്ച് ചന്ദ്രബോസ് ആണെങ്കിൽ അവൻ സ്പിരിറ്റ് കൊടുത്തു വിട്ട ഗുണ്ടകൾക്കും അവനേക്കാൾ മിടുക്കാണോ? അല്ലെങ്കിൽ ചന്ദ്രബോസ് ആ പണിക്ക് നിൽക്കില്ലല്ലോ. അതുകൊണ്ട് അത്ര വേഗത്തിൽ അവരുടെ അടുത്തേക്ക് എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ ചില അന്വേഷണ സിനിമകൾ കണ്ടിട്ടില്ലേ? ഈ ശൂന്യതയിൽ നിന്ന് തെളിവുകൾ അവരിലേക്ക് എത്തുന്നത്. അതുപോലെ ഇതും അങ്ങനെ തന്നെ ആയിരിക്കും. നമുക്ക് പോയി നോക്കാം. ബാക്കിയൊക്കെ ഈശ്വരൻ തീരുമാനിക്കട്ടെ. അന്ന് നിങ്ങൾ പോയപ്പോ കുറെ അധികം നേരം ബ്ലോക്കിൽ പെട്ട് കിടക്കുകയോ ഘോഷയാത്രയോ റാലിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? എന്തെങ്കിലും വന്ന് വാഹനം നിർത്തിയിടേണ്ടി വരുന്നൊരവസ്ഥ? അല്ല, അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഒന്ന് ഓർത്തു വെച്ചോ. പണി വന്നിരിക്കുന്നത് ആ വഴിക്ക് തന്നെയായിരിക്കും. കാണാത്ത, നമുക്കറിയാത്ത ഒരാൾ, രൂപമോ സംസാര രീതിയോ ഒന്നും അറിയില്ല. അയാൾ ഒരു കുറ്റം ചെയ്തു എന്ന് മാത്രമേ അറിയൂ. അയാൾ എവിടെയുണ്ടെന്ന് പോലും നമുക്കറിയില്ല. പക്ഷെ നമുക്ക് അയാളെ വേണം. അയാളെയും കൊണ്ടേ നമ്മൾ ഇനി മടങ്ങും. കമല, നമ്മൾ ഈ വഴിയിലൊന്നും നിർത്തിയില്ലല്ലോ. ഇല്ല ശനെ, ഈ ഒരു തീരുമാനം അബദ്ധമായി പോവോ? വിഷ്ണുട്ടാ, ലക്ഷ്യത്തിലെത്താൻ എടുക്കുന്ന ശ്രമങ്ങൾ പലതാകാം. അതിൽ തന്നെ 99% പരാജയവും ആവാം. അവശേഷിക്കുന്ന ആ 1% വിജയമെങ്കിൽ ആ 1% എത്താൻ വെറുതെ നമുക്കൊന്ന് ശ്രമിച്ചൂടെ? നമുക്കേതായാലും ഇതിൽ നഷ്ടമൊന്നുമില്ലല്ലോ. നമ്മൾ എടുക്കുന്ന ഈ എഫേർട്ട് അത് വെറുതെ ആവില്ലെന്ന് തന്നെ എൻ്റെ മനസ്സ് പറയുന്നു. പ്രസവം കഴിഞ്ഞിരുന്നാ? ഞങ്ങളവിടെ ഞങ്ങളുടെ നാട്ടിലെ ചേച്ചിയുടെ പ്രസവത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടേ ഇതേ കാറും പിടിച്ചിട്ടാ വന്നിരിക്കണേ.
അല്ല ഏത് ഹോസ്പിറ്റലാണ് പ്രസവിച്ചേ? ആ, ഞങ്ങളെ മനസ്സിലായില്ലെന്ന് മാത്രം പറയല്ലേ. അതിന് ഞെട്ടലും മുഖത്ത് നന്നായിട്ട് അറിയുന്നുണ്ട്. മോളെ വാ. ഏയ്, ഞാൻ ശാലിനി വിഷ്ണു, ജില്ലാ കളക്ടറാണ്. ദേ വെള്ളച്ചിലെടുത്ത തൂക്കിയെടുത്ത് അകത്തിടും. മോളെ ഓടിക്കോ. ഭഗവന, ഇങ്ങോട്ട് പോ. എന്തീ ഓടുന്നില്ലേ? ഓടിക്കോ. കൊച്ചിനെ ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിച്ചേക്കാം. എന്താ നിന്റെ പേര്? ഉഷ. അന്ന് എന്തിനാ ഉഷ ഇവരുടെ ലോറിക്ക് മുന്നിൽ ചാടിയത്? ആര് പറഞ്ഞിട്ടാ നീ ഇവരുടെ മുമ്പിൽ ഗർഭിണിയായിട്ട് അഭിനയിച്ചത്? പറയേ. ദേ പറഞ്ഞില്ലെങ്കിൽ ഇനി നിന്നെ ചോദ്യം ചെയ്യുന്നത് പോലീസായിരിക്കും. ഞാനെല്ലാം പറയാം.